കോട്ട മൈതാനം പാലക്കാട്ടെ കഴിഞ്ഞ 1.5 മാസക്കാലമായി രാഷ്ട്രീയ പ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും സ്ഥിരം കേന്ദ്രമായിരുന്നു. രാവിലെയും വൈകുന്നേരവും ഇവിടെയായിരുന്നു മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഏറെ ഉണ്ടായിരുന്നത്. രാവിലെ ആയാൽ നടക്കാൻ വരുന്നവരെല്ലാം തന്നെ കാണാനും മറ്റുമായിട്ട് ചാനൽ പ്രവർത്തകർ മോർണിംഗ് ഷോ അവതരിപ്പിക്കുന്നത് ഈ കോട്ടമൈതാനത്തിൻ്റെ ഈ ഭാഗത്തായിരുന്നു. അപ്പോൾ നടക്കാൻ ധാരാളം ആളുകൾ വരുന്നുണ്ട്, വ്യായാമം ചെയ്യാനുണ്ടാവും, ഓടാൻ വരുന്നുണ്ടാവും, അങ്ങനെ ആളുകളെല്ലാം കാണുന്ന സ്ഥിതിയാണ്. വൈകുന്നേരമായാലും ഇതേ അവസ്ഥയാണ്. ഈ ഭാഗത്തായിരുന്നു ടോക്ക് ഷോകൾ നടന്നിരുന്നത്. മാതൃഭൂമി ന്യൂസിൻ്റെ നമ്മുടെ ചിഹ്നം അടക്കമുള്ള ഒരുപക്ഷെ ചില സമയങ്ങളിൽ 4ഉം 5ഉം ചാനലുകളുടെ ടോക്ക് ഷോകളാണ് ഇവിടെ നടന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു. രാഷ്ട്രീയക്കാരെല്ലാം തന്നെ പാലക്കാട് നഗരത്തെയും കോട്ട മൈതാനത്തെയും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് നഗരത്തിലുള്ളവർ മാത്രമാണ് ഇവിടെ നടക്കാനും വ്യായാമം ചെയ്യാനും വിശ്രമിക്കാനുമായിട്ടൊക്കെ വരുന്നത്. കഴിഞ്ഞ 1 മാസമായിട്ടൊക്കെ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നോ? ഞാൻ ഇടയ്ക്കൊക്കെ വന്നിരിക്കുന്ന ആളാണ്. എങ്ങനെയായിരുന്നു ഇവിടെ കഴിഞ്ഞ 1 മാസം ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ നല്ല തിരക്കായിരുന്നു. അവിടേക്ക് ടെൻ്റൊക്കെ കെട്ടിയിട്ട് കസേരയൊക്കെ ഇട്ടിട്ട് നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ പരിപാടികളും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ മാതിരി തന്നെ എല്ലാവരും ഇവിടെ തന്നെ നേതാക്കന്മാരൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു ഇന്ന്? ഇപ്പോൾ ഭയങ്കര ശാന്തം അവിടെ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, പാലക്കാട്ടെ KPM ഹോട്ടലാണ്. അപ്പോൾ KPM ഹോട്ടലിൽ എന്താണ് സ്ഥിതി? പെട്ടി വിവാദം അടക്കമുണ്ടായ ഹോട്ടലാണ്. അവിടെയും കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. KPM ഹോട്ടലിലാണ് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും കൂടുതലായും താമസിക്കുന്നത്. ഇവിടെ എല്ലാ റൂമുകളും 1 മാസമായിട്ട് ബുക്കിംഗ് ആയിരുന്നു. ഈ ഹോട്ടലിലായിരുന്നു, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പെട്ടി വിവാദം അടക്കമുള്ള സംഭവങ്ങളും സംഘർഷമൊക്കെ നടന്നത്. പക്ഷേ ഇപ്പോൾ അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ ഈ ഹോട്ടൽ അധികൃതർ തയ്യാറല്ല. കാരണം അവർക്ക് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഈ ഹോട്ടലിൽ നിന്നും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും എല്ലാം തന്നെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഹോട്ടലും ഇനി മുതൽ സാധാരണ ബുക്കിങ്ങിലേക്ക് മാറുകയാണ്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.